കൈരളിയുടെ അവാർഡ് വേദികളിലെ ഏറ്റവും വലിയ ആകർഷണം മമ്മൂക്ക തിരഞ്ഞെടുക്കുന്ന ഒരു ആദരവാണ്. ഈ വേദിയിൽ ഇനി അതാരാണ് എന്നറിയാൻ പോകുന്നു. കാണാം. ആലിൻ കാർ അപകടത്തിൽപ്പെട്ടത് 2026 ഫെബ്രുവരി 5-ന്. ആലിനെ സ്നേഹിക്കുന്ന മലയാളികൾ കൈകൂപ്പേണ്ടത് അവളുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരാവേദന കടിച്ചമർത്തി തീരുമാനിച്ച ആ അച്ഛനെയും അമ്മയെയുമാണ്. പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ വാലുമണ്ണിൽ അരുൺ എബ്രഹാം, ഷെറിൻ ആൻഡ് ജോൺ. അരുൺ 1ാം വർഷം ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ അവയവദാനത്തിന് തീരുമാനിച്ചിരുന്നു. അനുമതി കാർഡ് എപ്പോഴും പേഴ്സിൽ സൂക്ഷിച്ചിരുന്നു. ഏത് സാഹചര്യത്തിൽ മരിച്ചാലും ആ തീരുമാനം നടപ്പാകാൻ. മകളുടെ മരണം ഉറപ്പായപ്പോൾ അരുൺ ഷെറിനോട് ചോദിച്ചു, മോളുടെ അവയവങ്ങൾ ദാനം ചെയ്താലോ? മണ്ണിലേക്ക് പോകുന്നതിന് നല്ലത് മറ്റുള്ളവരിൽ ജീവിക്കുന്നതാണ് എന്നായിരുന്നു ആ അമ്മയുടെ വചന സമാനമായ മറുപടി. കണ്ണെത്താ ദൂരം നീ മായുന്നു ഏതേതോ തീരങ്ങളിൽ. 5 ദിവസം ഉറക്കത്തിലായിരുന്ന ആലിന്റെ മസ്തിഷ്ക മരണം ഉറപ്പിച്ചത് ഒരു ശസ്ത്രക്രിയയിലൂടെയാണ്. കാലങ്ങൾ പിൻവാങ്ങി അതിന്റെ ഫലം വരാൻ 2 ദിവസം എടുത്തു. ആ 48 മണിക്കൂറും ആ അച്ഛനമ്മമാർ കരയുകയായിരുന്നു. പിന്നെയാണ് അവയവദാന തീരുമാനമെടുത്തത്. പിന്നീട് അരുണും ഷെറിനും കരഞ്ഞിട്ടില്ല. അന്തിമ ഉപചാരങ്ങൾ ഏറ്റുവാങ്ങാൻ ആലിനെ കിടത്തിയ പന്തലിൽ കരിങ്കൊടികളല്ല, വെളുത്ത തുണികളാണ് കിട്ടിയിരുന്നത്. പാടിയിരുന്നത് പ്രത്യാശയുടെ ഗീതങ്ങളാണ്. അധികം ഉറങ്ങുന്ന ശീലം അവൾക്കില്ലായിരുന്നു. അവൾക്കൊപ്പം ഞങ്ങളും ഉറക്കമുളച്ചു. ഇപ്പോൾ തോന്നുന്നു, ജീവിച്ചിരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സമയം ഞങ്ങൾക്കൊപ്പം ചെലവിടാനാകും അവൾ ഉറങ്ങാതിരുന്നത് എന്ന്. 5 കുഞ്ഞുങ്ങൾക്ക് ജീവിതം നൽകുക എന്നതായിരുന്നിരിക്കണം അവളുടെ ജന്മത്തിന്റെ ലക്ഷ്യം എന്ന് അവർ ആശ്വസിക്കുന്നു. ആലിൻ ഇന്നത് മലയാളികൾക്ക് ഒരു പേരല്ല. സ്ഥാപനങ്ങളും സംഘടനകളും ആ ഓർമ്മയെ ആദരിച്ച് മുന്നോട്ട് വരുന്നു. ആലിൻ എന്നാൽ സുന്ദരം, ശാന്തം, ശ്രേഷ്ഠം, പ്രകാശം നിറയ്ക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം. മരണമില്ലാത്ത ആലിൻ മലയാളികളുടെ മനസ്സിലെ നിത്യപ്രകാശമായി ജീവിക്കുന്നു. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാന്റെ പ്രത്യേക ആദരവിനായി പത്മഭൂഷൺ ഭരത് മമ്മൂട്ടി തിരഞ്ഞെടുക്കുന്നു മലയാളികളുടെ പൊന്നോമനയായി മാറിയ ആലിൻ ഷെറിൻ എബ്രഹാമിനെ. പൊന്നോമന മകളുടെ വിയോഗത്തിന്റെ തീരാവേദനയിലും ആലിന്റെ ആന്തരിക അവയവങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറായ അരുൺ എബ്രഹാമിന്റെയും ഷെറിന്റെയും ഉന്നതമായ മനസാന്നിധ്യം വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകുന്നതല്ല. ആലിനു വേണ്ടി കൈരളി ചെയർമാന്റെ ആദരം ഏറ്റുവാങ്ങുന്നതിനായി അരുൺ എബ്രഹാമിനെയും ഷെറിൻ ആൻഡ് ജോണിനെയും ക്ഷണിക്കുന്നു. ക്യാഷ് അവാർഡും കീർത്തിപത്രവും സമ്മാനിക്കുന്നത് ജോൺ ബ്രിട്ടാസ് MP. അരുണും ഷെറിനും എന്താണ് പറയാനുള്ളത് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. വളരെ എന്ത് പറയണമെന്നറിയില്ല.
ഏതായാലും ഒരു നിയോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ 10 മാസം മാത്രം പ്രായമായിരുന്ന ഞങ്ങളുടെ അയലിൻ്റെ നിയോഗത്തിൻ്റെ ഭാഗമായി. ആ നിയോഗത്തിൽ ഞങ്ങൾ സന്തോഷത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കണ്ണിൽ നിന്ന് വരുന്നത് കണ്ണീരാണെങ്കിലും സന്തോഷമുണ്ട്. ആ ജീവിതം എല്ലാവരും ലോകം സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ കുഞ്ഞ് മരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം പലരിലൂടെ ഞങ്ങൾ ജീവിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവ സ്വീകർത്താവ് കൂടിയാണ് ഞങ്ങളുടെ ഒരു ദ്രിയ എന്ന് പറയുന്നൊരു കുട്ടി, ആ കരൾ സ്വീകരിച്ച കുട്ടിയെയും പോയി കണ്ടിരുന്നു. കൂടാതെ ശ്രേയ എന്ന് പറഞ്ഞ് കിഡ്നി സ്വീകരിച്ച കുട്ടി, അവർ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് മരിച്ചിട്ടില്ല എന്ന സന്തോഷം ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. മമ്മൂക്കയോടൊപ്പം മമ്മൂക്ക തന്ന ഈ അവാർഡ് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു. അവാർഡുകൾ വാങ്ങുന്നില്ല എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ തീരുമാനം. പക്ഷേ കേസോട്ടോയുടെ ഭാഗമായി അവിടുത്തെ ഭാരവാഹികൾ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഈ അവാർഡുകൾ കിട്ടുന്നത്, ആദരവുകൾ, കുഞ്ഞിൻ്റെ പേരിൽ കിട്ടുന്ന ആദരവുകൾ ഏറ്റുവാങ്ങണമെന്ന്. കാരണം അവയവദാനം എന്ന മഹത്തായ കർത്തവ്യം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ അവരെ സഹായിക്കണം എന്ന്. ഞങ്ങളിത് പ്രശസ്തിയോ ഒന്നും ആഗ്രഹിച്ചിട്ടല്ല ഇതൊന്നും ചെയ്തത്. വളരെ യാദൃശ്ചികമായി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച സംഭവവികാസങ്ങളുടെ ഭാഗമാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. എങ്കിലും എല്ലാവരോടും ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത കൈരളി TV-യോടും മമ്മൂക്കയോടും ഈ വേദിയിലായിരിക്കുന്ന സദസ്സിലുമായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളോടും നന്ദി അറിയിക്കുന്നു. താങ്ക് യു.